അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. പലരും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അവരുടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാർ, അവർക്ക് സ്വാലിഹത്തായ മക്കൾ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകളെ അല്ലാഹു നൽകുമാറാവട്ടെ. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന, കൃഷി ചെയ്യുന്ന, കൂലിപ്പണി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ, അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുത്തുമോമിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ചില ഇസ്മുകളെക്കുറിച്ചാണ്. 4 ഇസ്മുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്. ആ 4 ഇസ്മു എപ്പോൾ ചൊല്ലണം, എന്തിനു വേണ്ടിയാണ് ഇത് ചൊല്ലേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഇത് പകർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി മുന്നിൽ വന്നു നിൽക്കുമ്പോൾ എങ്ങോട്ട് തിരിയണം എന്നറിയാതെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ? എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ അനുകൂലമാകാതെ വരുമ്പോൾ മനസ്സ് തളർന്നു പോയിട്ടുണ്ടോ? ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി മുന്നിൽ വന്നു നിൽക്കുമ്പോൾ എങ്ങോട്ട് തിരിയണം എന്നറിയാതെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ? എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ അനുകൂലമാകാതെ വരുമ്പോൾ മനസ്സ് തളർന്നു പോയിട്ടുണ്ടോ? എങ്കിൽ സർവശക്തനായ അല്ലാഹുവിൻ്റെ 4 തിരുനാമങ്ങൾ ചേർന്ന ജീവിതത്തിലെ പ്രകാശപൂരിതമാകുന്ന അതിശക്തമായ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലെ ഭയം, ഉത്കണ്ഠയും മാറി അടഞ്ഞുകിടക്കുന്ന വിജയത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ സഹായിക്കുന്ന ആ 4 ദിക്റുകളാണ് ഇന്ന് ഞാൻ ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഏതാണ് ആ 4 ദിക്ർ? യാ ഹഖ് യാ മുബീൻ യാ നൂർ യാ അല്ലാഹ്. യാ ഹഖ് യാ മുബീൻ യാ നൂർ യാ അല്ലാഹ്. ഈ ദിക്റിൻ്റെ മഹത്വവും ഇത് എപ്പോൾ എങ്ങനെ ചൊല്ലണമെന്നും നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കാണണം. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ തിരുനാമങ്ങളിൽപ്പെട്ട ഏറ്റവും ശക്തമായ 4 നാമങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഓരോ നാമത്തിനും അതിൻ്റെതായിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങളുണ്ട്. ഒന്നാമതായി യാ ഹഖ് യാ അല്ലാഹ്. പരമമായ സത്യമാണ്. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള അനീതി നേരിടുകയോ നമ്മുടെ അവകാശങ്ങൾ ആരെങ്കിലും തട്ടിയെടുക്കുകയോ ചെയ്യുമ്പോൾ ഈ നാമം ചൊല്ലി പ്രാർത്ഥിച്ചാൽ അല്ലാഹു നമുക്ക് നീതി നൽകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമതായി യാ മുബീൻ യാ അല്ലാഹ്. കാര്യങ്ങൾ വ്യക്തമാക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ജീവിതത്തിൽ
എന്ത് ചെയ്യണം വ്യക്തമാക്കുന്നവൻ എന്നാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ബുദ്ധിമുട്ടി കൺഫ്യൂഷനായി വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ ശരിയായ വഴികാട്ടിത്തരാൻ ഈ നാമം ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ മതി. മൂന്നാമതായി യാ നൂർ യാ അല്ലാഹ് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. പ്രകാശമായവൻ, അനന്തകാലത്തിൽ കഴിയുന്ന ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകാനും മുഖത്ത് പ്രസന്നതയുണ്ടാകാനും ആത്മീയമായ ഉണർവിനും ഈ നാമം അത്ഭുതമായ ഫലം ചെയ്യുന്നു. അത്ഭുതമായ ഫലം ഈ ഇസ്മു ചൊല്ലിയാലുണ്ടാകും. നാലാമതായി യാ അല്ലാഹ്, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ നാമം. ഈ നാമങ്ങളെല്ലാം ചേർത്ത് നമ്മൾ അല്ലാഹുവിനെ വിളിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പണ്ഡിതന്മാരും ആത്മീയ ജ്ഞാനികളും ഈ ദിക്റിന് വലിയ മഹത്വമാണ് കൽപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മനസ്സമാധാനം ലഭിക്കും. 1. മനസ്സമാധാനം, വിട്ടുമാറാത്ത ടെൻഷൻ, ഡിപ്രഷൻ, വരുംകാലത്തെക്കുറിച്ചുള്ള ഭയം എന്നിവയുള്ളവർ ഈ ദിക്ർ പതിവാക്കിയാൽ മനസ്സിന് ആവിചാര്യമായ സമാധാനവും ധൈര്യവും അനുഭവപ്പെടുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമതായി കാര്യങ്ങൾ എളുപ്പമാകുന്നു. വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ബിസിനസ്, വിവാഹം, വിസ അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ എന്നിവ പെട്ടെന്ന് എളുപ്പമാകാൻ ഇത് കാരണമാകും. അതുപോലെ സത്യം തെളിയപ്പെടും. ആരെങ്കിലും നിങ്ങളെ ചതിക്കുകയോ നിങ്ങൾക്ക് നേരെ കള്ളം പറയുകയോ ചെയ്താൽ ഈ ദിക്റുമായി സത്യം പുറത്തു വരികയും നിങ്ങളുടെ നിരപരാധിത്യം തെളിയിക്കുകയും ചെയ്യുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ദിക്ർ നമുക്ക് ഏത് സമയത്തും ചൊല്ലാമെങ്കിലും കൂടുതൽ ഫലം ലഭിക്കാൻ ചില പ്രത്യേക രീതികളുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 100 തവണ വീതം ഇത് പതിവാക്കുക. ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകും. നിങ്ങളുടെ ഏതെങ്കിലും വലിയൊരു ആഗ്രഹം സാഫല്യത്തിന് വേണ്ടിയാണെങ്കിൽ രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം 100 തവണ ചൊല്ലുകയോ 313 തവണ ചൊല്ലുകയോ ചെയ്താൽ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക. വലിയ സാമ്പത്തിക ബാധ്യതകൾ, കടങ്ങളോ ഉള്ളവർ ദിവസവും 1000 തവണ ഈ ദിക്ർ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അല്ലാഹു അത്ഭുതകരമായ വഴികളിലൂടെ കടങ്ങൾ വീട്ടാൻ സഹായിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരുട്ടുകളെയും മാറ്റി അവൻ പ്രകാശം നിറക്കട്ടെ. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഷെയർ ചെയ്ത് നന്മയിൽ പങ്കാളികളാകുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇത്തരം ആത്മീയ വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് യാ ഹക്കു യാ മുബീൻ യാ നൂർ യാ അല്ലാഹ് എന്ന ശക്തമായ ദിക്റിൻ്റെ മഹത്വവും അത് ചൊല്ലേണ്ട രീതിയുമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാനും മനസ്സമാധാനത്തിനും ഈ ദിക്ർ നിങ്ങൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ, അതുപോലെ പേടി, അങ്ങനെ പല പ്രയാസങ്ങളും, അതുപോലെ കുട്ടികൾക്ക് ബുദ്ധി തെളിയാൻ, ഓർമ്മശക്തി ഉണ്ടാകാൻ, പരീക്ഷയിൽ വിജയിക്കാൻ ഒക്കെ ഉത്തമമായ നല്ലൊരു അറിവാണ് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ യാ ഹക്കു യാ മുബീൻ യാ നൂർ യാ അല്ലാഹ് എന്ന് നമ്മളുടെ ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും 100 തവണ ചൊല്ലാൻ ശ്രമിക്കുക. അതുപോലെ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ സുബഹിക്ക് ശേഷം
ഒക്കെ നമ്മൾ നൂറീച്ച പ്രാവശ്യം ഇത് ജീവിതത്തിൽ നമ്മളുടെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക. ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നല്ല അറിവുകളുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.